റെസിപ്പി ആയാലോ? ഇന്ന് രാവിലെ തന്നെ പ്രോഗ്രാം. ഇത് രാവിലത്തെ പരിപാടിയാണ് കേട്ടോ. ദോശയാണ്, മാവരച്ചുള്ള ദോശയാണ് കേട്ടോ. മാവരച്ച ഉഴുന്ന് ഞാൻ ചേർത്തില്ല, അരി ഒക്കെ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള പഞ്ചസാര പതിയാൻ വേണ്ടിയിട്ട്, പിന്നെ തേങ്ങയും ഇട്ടിട്ട് അരച്ചതാണ്. തലേദിവസം അരച്ച് ആട്ടി വെച്ചതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു കറി ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ അതിന് സോയാ ചങ്ക്സ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സോയാ ചങ്ക്സ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, സവാള, പച്ചമുളക്, ഉണക്കമുളക്, കറുകാപ്പട്ടയുടെ ഒരു കഷ്ണം, അതേപോലെ തന്നെ ഇവിടെ ഏലക്ക ഉണ്ട് കേട്ടോ. ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക് ഞാൻ സാധനങ്ങളെല്ലാം കുറച്ചെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. അത്രയ്ക്ക് ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ തക്കാളി, ഉരുളൻകിഴങ്ങ്, വേപ്പിൻ്റെ ഇല, ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ റെസിപ്പീസ് ഇടാം. കുറച്ച് എരിവ് കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവ് അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. അടുത്തത് നമുക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഒരു മുളക് ചാടിയിട്ടുണ്ട്. എലക്ഷനല്ലേ, അപ്പോൾ എലക്ഷൻ ആയതൊന്ന് കുട്ടികൾക്കൊന്നും ക്ലാസ്സൊന്നുമില്ല. അവരുടെ സ്കൂളിൽ വെച്ചിട്ടാണ് എലക്ഷൻ പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല. നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴറ്റാം. ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഞാൻ ബീഫിലേക്കൊക്കെ ഇടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലിങ്ങനെ കടിക്കാനില്ലേ, ബീഫൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ കടിച്ച് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഇടും. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഈ തേങ്ങാക്കൊത്തിനൊന്നും വറുത്തേക്ക് കുറച്ച് മാറ്റി വയ്ക്കും. അതായത് ഒരു സ്പൂണോളം അങ്ങനെ മാറ്റി വയ്ക്കും ഞാൻ തേങ്ങാക്കൊത്ത്, എനിക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ഞാൻ മിക്സിയിൽ അരച്ചെടുക്കും കേട്ടോ. അരപ്പരക്കുന്നതിൻ്റെ കൂടെ എല്ലാവരും ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് നോക്കൂ കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഏട്ടൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, നീ സോയാ ചങ്ക്സ് ഇട്ട് വെക്കി എന്ന്, ഉണ്ടാക്കിയ പോലെ വെക്കി എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നാൽ ഇന്നെന്തായാലും എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, ഏട്ടനൊന്നും വർക്കില്ല. അങ്ങനെ നമ്മൾ അടുത്തത് സ്പൈസസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരുംജീരകം, കറുകാമ്പട്ട, അതുപോലെ നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം വറുത്ത് കോരി ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇടാം കേട്ടോ. ഗ്യാസ് ഞാൻ പെട്ടെന്ന് ഗ്യാസ് ഒന്ന് കുറച്ച്, അപ്പം കെട്ടുപോയി. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. സവാള
ഈ സവാളയുടെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ നമ്മുടെ ഉരുളൻകിഴങ്ങ് കിട്ടണം കേട്ടോ. കാരണം രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വേവട്ടെ വിചാരിച്ചു. അപ്പം അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകിനെ ചാടിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. സവാളയും ഉരുളൻകിഴങ്ങും പച്ചമുളകൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളീനെ ഇടാം. തക്കാളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇടുന്നത്. തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ഇടണം. ഞാൻ ഇതിലേക്കുള്ള അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യമായ ഓൾറെഡി ഞാൻ മുളകും പച്ചമുളകും കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ എരിവിനനുസരിച്ച് ഞാൻ എപ്പോഴും നിൽക്കാറ്. ഞാൻ എടുത്തുള്ള ഇവിടെ മുളകും പൊടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകും പൊടിയാണ്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ മീറ്റ് മസാല, ഗരം മസാലയുടെ കുറച്ച്. ഓൾറെഡി അവിടെ ഗരം മസാലക്കുള്ള ഐറ്റംസൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം ചേർക്കാം. ഓക്കെ, മസാലകളെല്ലാം നന്നായി വഴറ്റി നമുക്ക് അതിലേക്ക് അത് പിടിക്കട്ടെ അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. സോയാ ചങ്ക്സിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്താൽ മതി കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ ഉപ്പുള്ളതുകൊണ്ടേ അത് നമ്മൾ എത്ര പിഴിഞ്ഞാൽ ഇത് വേവുമ്പോൾ അതിലെ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അന്നേരം ഉപ്പ് കൂടരുതല്ലോ. പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്കിതിന് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം. നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ സോയാ ചങ്ക്സിനെ അതിലേക്ക് ഇടണം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സോയാ ചങ്ക്സും കൂടി അതിൽ നന്നായി മസാല എല്ലാം പിടിക്കണം. ഓക്കെ, ഞാൻ എടുത്ത പാത്രം ചെറുതായോ അല്ലേ? ഞാനത് ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത്ര മതിയാവും എന്ന് വിചാരിച്ച് ചെറുതാണ് എടുത്തത്. നോക്കി നോക്കാം നമുക്ക്. ഇതൊന്നും കൂടി ഇതാവുമല്ലോ, വെന്ത് വരുമ്പോഴേ നമുക്ക് നോക്കി നോക്കാം അല്ലേ. സോയാ ചങ്ക്സിനെ അതിലേക്ക് ഇട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങളെടുക്കുമ്പോഴേ ഞാൻ ചെറിയ പാത്രമായി പോയിട്ടോ. നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കുക. കാരണം എന്നെപ്പോലെ ഒരു അബദ്ധം പറ്റരുത്. ഞാൻ കൊച്ചിന് കുറച്ച് വറക്കാനും കൂടി എടുത്തതായിരുന്നു കേട്ടോ ഈ സോയാ ചങ്ക്സ്. പക്ഷേ ഞാൻ മറന്നുപോയി. അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്രയും തോനെയായത് അതുകൊണ്ടാണ്. കുറേ ആയിപ്പോയി. സാരമില്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവൻ എങ്ങനെയാണേലും കഴിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനെ മീൻ ഇറച്ചൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം പല്ലിന് ഒരു ചെറിയൊരു പൊത്തായിട്ടുണ്ട്, കുഞ്ഞത്. കാണാൻ പോലെ ഒരു പാകല്ല, ഒരു മുട്ടുസൂചിയുടെ അത്രയ്ക്കുള്ള ഒരു ചെറിയൊരു പൊത്ത്, മുട്ടുസൂചി കിടക്കാൻ പാകത്തിന്. പക്ഷേ ഇവൻ ഇറച്ചി മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പെടുകയാണെന്നും പറഞ്ഞേച്ച് ഇവൻ എന്നെ ചെയ്യും, കഴിക്കില്ല. മോനൊട്ടും ഇറച്ചി മീനിപ്പോൾ പല്ലിൻ്റെ ഇടയിൽ കൊടുങ്ങണമെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. അപ്പം ഞാൻ നന്നായിട്ട് ഉടച്ചിട്ട് അവനക്ക് ഇറച്ചി മീനൊക്കെ ഞാൻ വാരി കൊടുക്കുമ്പോൾ ചെയ്യും കേട്ടോ. അപ്പം അന്നേരം അങ്ങനെ കഴിക്കും. ഏട്ടപ്പോഴും പറയും
എനിക്ക് കാല് വേദനിക്കുന്നത് മീൻ ഇറച്ചി മുട്ടയൊക്കെ തിന്നാത്തതുകൊണ്ടാണ്. കൊച്ചാണെങ്കിൽ മുട്ട പുഴുങ്ങി കഴിക്കില്ല. ഓംലേറ്റ് ആണെങ്കിൽ കഴിച്ച അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണ്. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയൊക്കെ വഴക്ക് പറഞ്ഞ് പേടിച്ചിട്ട് ചേച്ചി കഴിക്കുന്നിട്ട് വഴക്ക് പറയുമ്പോൾ അപ്പോൾ അത് പേടിച്ച് അവൻ ഇറച്ചി മീനൊക്കെ കഴിക്കും. എന്നിട്ട് ചേച്ചി പറയും എന്നോട്, നീയല്ലേ പറഞ്ഞു ഇവൻ കഴിക്കില്ല എന്ന്, ഇപ്പോൾ കഴിക്കണുണ്ടോ, ഇങ്ങനെയാണ് കഴിക്കുക, നിന്നെ പേടില്ല എന്നിട്ടാണ് പറയും. അവൻ ചേച്ചി പറയും കേട്ടോ. അപ്പം അവിടെ പോയാൽ അവൻ കഴിക്കും. എന്നിട്ട് പിന്നെ അമ്മയെ പള്ളിയിൽ പോയി എന്നിട്ട് എടുക്കും. ചേച്ചിയുടെ അടുത്താണ് കുറേ സ്കൂളൊക്കെ വെക്കേഷനൊക്കെ ചേച്ചിയുടെ അടുത്താട്ടോ കുട്ടികളെ. അവരവിടെ പോയി നിൽക്കും ചേച്ചിയുടെ അടുത്ത്. ചെറിയ ചേച്ചിയുടെ അടുത്താണ് ഇപ്പോൾ വലിയ ചേച്ചിയുടെ കുട്ടികളും എൻ്റെ കുട്ടികളും, വലിയ ചേച്ചിയുടെ 3 കുട്ടികൾ, അതേപോലെ എൻ്റെ 2 കുട്ടികൾ, മാമൻ്റെ 2 മക്കൾ, പിന്നെ ചെറിയ ചേച്ചിയുടെ ഒരു കുട്ടിയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമാണേ. എൻ്റെ ഇടയിലെ പറച്ചില്ല അത് താഴെ പോയിട്ടോ. അപ്പം നല്ല രസമാണ് അവർ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിൽക്കും. മക്കൾക്ക് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാൻ ആളുകളുണ്ടല്ലോ, അപ്പോൾ നല്ല ഇഷ്ടമാണ്. പിന്നെ ഡ്രസ്സാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പാകമാണ്. നല്ല ഇതാണ്, ഒത്തൊരുമ എപ്പോഴും അങ്ങനെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതാ നമ്മുടെ പറഞ്ഞു തന്നപോലെ നമ്മുടെ ചോയ ചങ്ക്സിനെ വിട്ടിട്ട് പോയില്ലേ കുറച്ച് നേരത്തേക്ക്. എന്താണ് ചോയ ചങ്ക്സ് ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ശബ്ദം കേൾക്കാല്ലേ? അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിലത്തെ ആ ചോയ ചങ്ക്സും ഈ മസാലകളും എല്ലാം കൂടി ഒന്ന് പിടിക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇത് ഒത്തിരി ടൈം എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ടൈം എടുത്താൽ തന്നെ രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചോയ ചങ്ക്സ് നല്ല ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് നമ്മുടെ ഒഴിച്ചു കൊടുക്കാം. ഫൈനലാണ് കേട്ടോ, അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫൈനലാവാനായില്ല, അരപ്പാണ്, സോറി. അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പാത്രത്തിൽ നിന്ന് പുറത്ത് പോകുന്നൊക്കെ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് എന്തായാലും എനിക്ക് പാത്രം വേറെ മാറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഗ്രേവി ആക്കിയിട്ടല്ലേ. ഓ അടിപൊളി സ്മെല്ല് കേട്ടോ. വാവ്, അടിപൊളി സ്മെല്ല്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. മസാലയുടെ ഒക്കെ സ്മെല്ല് അടിപൊളി. അത് കലക്കി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് കിട്ടും കേട്ടോ. മിക്സിയുടെ ജാറിട്ട് തുറന്നേശേ കലക്കി ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. എനിക്കിഷ്ടമായി. എന്തായാലും ഈ സ്മെല്ല് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ നമുക്ക് നല്ല ഈ രുചിയുമാണ് ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ മിക്സർ ജാറിൽ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനൽ റൗണ്ടായിട്ട് ചെയ്യണത് നന്നായി തിളച്ച് വരട്ടെ. എല്ലാം കൂടി മസാലകളെല്ലാം കൂടി മിക്സായിട്ട് വരട്ടെ. എനിക്കിവിടെ എപ്പോഴും ഗ്രേവി കുറച്ച് വേണം, കറി പോലെ കുറച്ച് വേണം. ഇത് നമ്മൾ നന്നായി വഴറ്റി വരും കേട്ടോ. നിങ്ങൾ ഇത്ര വെള്ളം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. കാരണം ഇവിടെ എല്ലാത്തിനും നന്നായിട്ട് വെള്ളം മസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് ആ കളറും ഒക്കെ കിട്ടും കേട്ടോ. ആ മെറൂണ് ഒരു കളറുണ്ടല്ലോ, അതൊക്കെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇരുന്നാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചോയ ചങ്ക്സിൻ്റെ കറി ആയിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് അങ്ങനെ ആയി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇടാം. കണ്ടോ, ഇത് വെളിച്ചത്തായതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഈ നിറം ഇങ്ങനെ തോന്നണേ. ഇത് നല്ലൊരു ഇതാ, കണ്ടോ നിറം ഇങ്ങനെയാണ് സംഭവം.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിച്ചെടുക്കാൻ നല്ല രസമല്ലേ, കുറച്ചിടണുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്ത്, വേപ്പിൻ്റെ ഇല. ഇനി ഞാൻ ഇറക്കാൻ നേരത്ത് ചൂടാറുമ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേൽക്കൊഴിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.